കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസ് അതിജീവിതയെ പിന്തുണച്ച് നഴ്സ് PB അനിതയുടെ നിയമനത്തിൽ പുനഃപരിശോധനാ ഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയിൽ. ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. 2 ദിവസം മുൻപാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, അനിതയെ അവിടെ തന്നെ നിയമിക്കും, ഉത്തരവിറക്കും എന്നൊക്കെ മന്ത്രി പ്രതിഷേധത്തെ തുടർന്ന് പറയുമ്പോഴും സർക്കാരിന്റെ മനസ്സിൽ പക്ഷേ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന പുനഃപരിശോധനാ ഹർജിയല്ലേ അത്? ശ്രീകാന്ത്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള നഴ്സിംഗ് ഓഫീസർ അനിതയുടെ പുനർനിയമന ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി എന്നുള്ളതാണ് വാർത്ത. ഏപ്രിൽ 4-നാണ് ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹർജി നൽകിയത്. ഈ അനിതയെ കോഴിക്കോട് നിയമിക്കാൻ തീരുമാനിച്ച വിവരം അടുത്ത ദിവസം ഹർജി പരിഗണിക്കുമ്പോൾ എന്തായാലും സർക്കാർ അറിയിക്കും. സ്വാഭാവികമായും ആ കേസ് തീർപ്പാക്കാനാണ് സാധ്യത. അപ്പോഴും ഈ പുറത്തു വരുന്നത് സർക്കാരിന്റെ ആരോഗ്യമന്ത്രിയുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതിനാൽ അനിതയ്ക്ക് അനുകൂലമായി സമ്മർദ്ദങ്ങളെ തുടർന്ന് നിലപാടെടുക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായി എന്ന് വേണം ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത്. അതായത് സർക്കാർ ഈ അനിതയെ ഒരു കാരണവശാലും അവിടെ നിയമിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുന്നു. ശേഷം കടുത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു, ചർച്ചകൾ ഉണ്ടാകുന്നു, തെരഞ്ഞെടുപ്പാണെന്ന് കാണുന്നു. തുടർന്ന് അവർക്ക് അവിടെ നിയമനം നൽകാൻ തീരുമാനിക്കുന്നു എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അടുത്ത തവണ കേസെടുക്കുമ്പോൾ സർക്കാർ അത് തീർപ്പാക്കി നിയമനം നടപ്പിലാക്കി അതിനാൽ കേസ് തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടും. അക്കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ അനിത നിയമന ഉത്തരവ് കയ്യിൽ കിട്ടിയാൽ സമരം നിർത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പുനഃപരിശോധനാ ഹർജിയുടെ കാര്യം അറിയുമ്പോൾ സമരത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ അറിയേണ്ടതാണ്.